നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫെർട്ടിലൈസർ പ്ലസ് നമുക്കൊരു റൂട്ടിംഗ് ഹോർമോണാണ് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റിന് ഫ്ലവർ ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഫ്ലവർ ചെയ്യാനും ഗ്രോത്തിനും എല്ലാം നല്ലതാണ്. നമ്മളുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കണ്ടീഷനൊക്കെ കണ്ടല്ലോ. നല്ല രീതിയിൽ ലെങ്ത് വെച്ചിട്ടുണ്ട് പ്ലാന്റിന്. ഈ ഒരു 2 പ്ലാന്റ് നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ 1-2 എണ്ണം കോമ്പാക്റ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനത്ര ഹൈറ്റ് വയ്ക്കത്തില്ല, ബുഷ് ആവത്തേ ഉള്ളൂ. പിന്നെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായത് ഒച്ച് കയറിയിട്ടുണ്ട്. ഒച്ച് വന്നിട്ട് 2 പുതിയ ഗ്രോത്ത് ടിപ്പുകൾ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. നല്ല സങ്കടമുണ്ട് കണ്ടിട്ട്. കാരണം നന്നായിട്ട് കയറി വന്നതാണ് കണ്ടോ. ഈ ലീഫ് കിടക്കുന്നുണ്ടോ, അതൊക്കെ ഇങ്ങനെ കണ്ടോ ഒടിഞ്ഞു പോയേക്കാണ്. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിച്ചേക്കുവാണ്. അതുപോലെ ഈ ഒരു പോട്ടിലും അതേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇതിലുണ്ടോ ഒരു പോർഷൻ പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഒച്ചുകൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ പ്ലാന്റിൻ്റെ കണ്ടീഷനൊക്കെ അടിപൊളിയാണ്, നന്നായിട്ട് ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഒരു വളവും കൂടി നമുക്കിതിന് കൊടുക്കണം. ഇന്ന് നമ്മളുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഗ്രോവിങ് സീരീസിൻ്റെ 18ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു 18 എപ്പിസോഡ് ആയപ്പോഴത്തേക്കും പ്ലാൻ കണ്ടീഷൻ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇന്ന് നമുക്ക് ഇപ്പോൾ റൂട്ട് കുറച്ചൊക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് റൂട്ടായി ഒന്നും കൂടി ഒരു 2 ആഴ്ച മാക്സിമം കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് റീപോർട്ട് ചെയ്യാനുള്ള ഒരു ഏകദേശം ടൈമായി വരുന്നു. ഒരുപാടായിട്ടില്ല, നന്നായിട്ട് റൂട്ടാകും തിക്കാകുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് റീപോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ റീപോർട്ട് ചെയ്യുന്നില്ലേന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടി റൂട്ടായിട്ട് ഞാൻ സാധാരണ റീപോർട്ടിങ് ചെയ്യാറുള്ളൂ. പക്ഷേ ഈ വെച്ചിരിക്കുന്ന ട്രെയിലൊക്കെ ഇങ്ങനെ റൂട്ട് ഫിക്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം പിന്നെ എടുക്കുമ്പോൾ പൊട്ടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് റീപോർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള നല്ലൊരു റൂട്ടിംഗ് ഹോർമോൺ കൊടുക്കാൻ പോവാണ്. നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫെർട്ടിലൈസർ പ്ലസ് നമുക്കൊരു റൂട്ടിംഗ് ഹോർമോണാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം, അതെല്ലാം കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുന്ന കാര്യം. അപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്ലാൻസിൻ്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ആ ഒരു ആൾക്കാരുമായിട്ട് നിങ്ങളായിട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു അടുപ്പം ഉണ്ടാവും സ്ഥിരമായിട്ട് ആ ഒരു കമൻറ്റുകൾ കാണുമ്പോഴൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഓർക്കിഡ് പ്ലാന്റ്സ് ഫെർട്ടിലൈസേഴ്സ് പോട്ട്സൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സിൻ്റെ കെയറും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതുപോലെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ഈ പ്ലാന്റിന് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടിംഗ് ഹോർമോണായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ അലോവേരയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ നേരത്തെ എനിക്കിത് കുറ്റുമുല്ലയുടെയൊക്കെ വീഡിയോ ചെയ്തപ്പോഴും അതുപോലെ ഒരു 2-3 വർഷം മുമ്പൊക്കെ ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ അലോവേരയുടെ ജെല്ലിൽ മുക്കിയിട്ട് വെക്കുന്നതൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു അലോവേര നമ്മളുടെ ഈ പ്ലാന്റിന് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മൾ റൂട്ടിംഗ് ഹോർമോൺ പ്രത്യേകിച്ച് വേറൊന്നും കൊടുത്തില്ലല്ലോ. നമ്മൾ ഇടയ്ക്കൊരു ഹ്യൂമാസിഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹ്യൂമാസിഡ് നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പം വളത്തിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ ഹ്യൂമാസിഡ് ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ എങ്ങനെയാണ് നമുക്ക് ഈ റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു പീസ് അലോവേരയുടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ് നമ്മളുടെ ഈ അലോവേര. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് അരച്ച് വേണം എടുക്കാൻ. ഇതിൻ്റെ കൂടെ ഞാൻ നമ്മളുടെ കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ഞാനൊരു ചെറിയൊരു ടിന്നിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് മുഴുവനും വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ചാണെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ അലോവേര ഒന്ന് കട്ട് ചെയ്ത് ജ്യൂസാക്കി എടുക്കണമേ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. തോലുൾപ്പെടെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഫുൾ പീസായിട്ട് നമുക്ക് എടുക്കാം. കാരണം നമ്മൾ ജ്യൂസ് ആക്കുമ്പോൾ മുഴുവനും ഇങ്ങനെ അരഞ്ഞ് കിട്ടുമല്ലോ, അത് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത്രയും ഒരു തണ്ടേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് പ്ലാന്റ് അല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു തണ്ട് എടുത്തത്.
ഇനി നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പം നമുക്ക് ഈ അലോവേര മുഴുവനായിട്ട് തന്നെ നമ്മുടെ ജാറിലോട്ട് ഇട്ടിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ ആ തോലോട് കൂടിയാട്ടോ നമ്മളിടുന്നത്. ആ തോലും കൂടെ കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കഞ്ഞിവെള്ളമോടെ ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളമോടെ ചേർത്ത് അരയ്ക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല ജ്യൂസ് പോലെ അരിഞ്ഞ് കിട്ടും. കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അലോവേര ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ചും കൂടെ നമ്മുടെ കഞ്ഞിവെള്ളം കൂടി ചേർത്ത് വേണം എടുക്കാനായിട്ട്. ഇത് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണേ. അപ്പോൾ ഇതും കൂടെ നമ്മൾക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ അരച്ചുകൊണ്ട് വന്ന ഈ ഒരു അലോവേരയുടെ മിക്സ് ഉണ്ടല്ലോ, നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി കഞ്ഞിവെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. കഞ്ഞിവെള്ളം നിങ്ങൾക്കറിയാം നല്ലൊരു NPK ഫെർട്ടിലൈസറാണേ. നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റിന് ഫ്ലവർ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഫ്ലവർ ചെയ്യാനും ഗ്രോത്തിനും എല്ലാം നല്ലതാണ് കഞ്ഞിവെള്ളം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. നമ്മൾ ഫെർട്ടിലൈസർ അരിച്ചുകൊണ്ടിരുന്ന അരിപ്പ് കുറച്ച് ദിവസം കൊണ്ട് മിസ്സിങ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ നെറ്റിലാട്ടോ അരിക്കുന്നത്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ കഞ്ഞിവെള്ളം നല്ല കട്ടിയുള്ളതുകൊണ്ട് കുറച്ചൊന്ന് അരിയാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുമേ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞ് എടുക്കാം. കഞ്ഞിവെള്ളം നല്ല പുളിച്ചിട്ട് നല്ല കട്ടിയായി കേട്ടോ. അതുകൊണ്ടൊരു അല്ലെങ്കിൽ മിക്സിയിൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചാലും മതിയായിരുന്നു. ഇപ്പം നമുക്കിനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് എടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണല്ലോ ഇത് എടുക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് അങ്ങ് മിക്സായി കിട്ടും കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ഒരു അലോവേരയും കഞ്ഞിവെള്ളത്തോടെ ചേർന്ന ഈ ഒരു മിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് നന്നായിട്ട് വെള്ളം ചേർക്കണം. ഇപ്പോൾ ഒരു മഗ് ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 മഗ്ഗോളം വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഇത് നമുക്കൊരു 1/2 മഗ്ഗല്ലേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ഒരു 2 മഗ്ഗ് വെള്ളം കൂടി ഒഴിക്കാം. അപ്പോഴത്തേക്ക് ഒരു 4 ഇരട്ടിയോളം വെള്ളം ചേരും ഇതിനകത്ത്. ഓക്കെ, നമ്മളുടെ ഈ ഒരു മിശ്രിതം നന്നായിട്ടൊന്ന് ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് അടിച്ചെടുക്കാവേ. നമുക്ക് ഇപ്പോൾ ഇത്രയും പ്ലാന്റ്സിന് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലൊരു മഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോടെ ഞാനെന്താ ഇതിനൊരു 1.5 അടപ്പോളം മതിയാവും കേട്ടോ. ഇത്ര എടുത്തിട്ട് നമുക്ക് ഇനി പ്ലാന്റ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിശ്രിതം നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡിലോട്ട് കൊടുക്കാം. ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മളുടെ പ്ലാന്റ്സിൽ ഏതെങ്കിലുമൊക്കെ ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ NPK നൈട്രജൻ 19 അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കെമിക്കലായാലും ഫെർട്ടിലൈസറുകൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ കഞ്ഞിവെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ NPK അല്ലെങ്കിൽ
13-27 ആവട്ടെ 19 ഏതായാലും കൊടുക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കാണാറുണ്ട്. പ്ലാന്റിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ അലോവേരയ്ക്കകത്ത് നമ്മുടെ കഞ്ഞിവെള്ളം കൂടെ മിക്സ് ചെയ്തത്. നല്ലൊരു ഇൻസെക്ടിസൈഡും കൂടെ ആണല്ലോ, ഫെർട്ടിലൈസർ പ്ലസ് ഇൻസെക്ടിസൈഡാണ് പ്ലസ് റൂട്ടിംഗ് ഹോർമോണാണ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നനയട്ടെ. ഇപ്പം നല്ല ചൂട് സമയമൊക്കെയാണ്, അപ്പം നന്നായിട്ട് പ്ലാന്റ് നനയട്ടെ. അപ്പോൾ നല്ലൊരു തണുപ്പും കിട്ടും പ്ലാന്റിന്. അതുപോലെ തന്നെ ഈ ഒരു റൂട്ടിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ പ്ലാന്റ് മുക്കി വയ്ക്കണമെങ്കിൽ മുക്കി വയ്ക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒച്ചിനെ പിടിക്കണം. കാരണം 2-3 തണ്ടുകൾ ഇപ്പോൾ ഒച്ച തിന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പറ്റുവാണെങ്കിൽ ഒച്ചിനെ പിടിക്കണം. അഥവാ നമുക്ക് പറ്റിയില്ലെങ്കിൽ സ്നെയിൽ പെല്ലറ്റോ മറ്റോ വെക്കാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം നമ്മുടെ പുതിയ ഗ്രോത്ത് ടിപ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തൊക്കെ ഹോൾ ഇട്ട് കളയും കയറി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് നോക്കണം. അപ്പോൾ ഇനി ഫ്ലവറിങ്, ഈ ഒരു പ്ലാന്റിനൊക്കെ ഫ്ലവറിങ് സ്പൈക്കുകൾ ഇങ്ങനെ ചെറിയൊരു മൊനമ്പ് പോലെയൊക്കെ നിൽപ്പുണ്ട്. ചിലപ്പം സ്പൈക്ക് വരാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ചൂട് കാലത്ത് വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ ഓർക്കിഡ്സിന് മാത്രമല്ല, വെജിറ്റബിൾസ്, മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റ്, നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഏതും ആവട്ടെ എല്ലാത്തിലും നമുക്ക് ഞാൻ ഈ പറയുന്ന വളങ്ങളെല്ലാം തന്നെ പച്ചക്കറികൾക്കും എല്ലാം കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്താൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും പ്ലാന്റിന്. അതുപോലെ തന്നെ നല്ലൊരു ഗ്രോത്തും കിട്ടും. പിന്നെ നമ്മൾ നന കൊടുത്തതിന് ശേഷം നമ്മൾ രാവിലെ തന്നെ ഒരു 10 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറുകളെല്ലാം കൊടുക്കാനായിട്ടൂടെ ശ്രമിക്കണം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇത് നേരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പറയാം. നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും അറിയാനും ഒക്കെ സാധിക്കും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടിപ്പുമായിട്ട് കാണാം. ബൈ.